ഹലോ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ എന്താ കൊണ്ടുവന്നിരിക്കുന്നതെന്ന് കണ്ടോ? കാണുമ്പോൾ തന്നെ മനസ്സിലായി കാണും അല്ലേ? അപ്പോൾ ഇത് വറുത്തോ അല്ലെങ്കിൽ പൊടിച്ച് ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലോ വയറ് നിറയെ ചോറുണ്ണാൻ വേണ്ടി വേറെ പ്രത്യേകിച്ച് കറിയൊന്നും വേണ്ട. അപ്പോൾ ചില ആളുകൾക്ക് ഉണക്കമീനോട് വലിയ താല്പര്യം ഉണ്ടാവില്ല. അപ്പോൾ ഇഷ്ടമുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാട്ടോ ഞാനിത് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ കടയിൽ നിന്ന് വാങ്ങുന്നത് ചിലപ്പോൾ അത്രയ്ക്ക് നല്ലതായിരിക്കില്ല. വറുത്ത് കഴിയുമ്പോൾ ഒരു വല്ലാത്ത ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഞാൻ അതുകൊണ്ട് ഇവിടെ ഇതേ രീതിയിലാണ് മീൻ ഉണക്കി സൂക്ഷിക്കുന്നത്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് സാഹചര്യമൊക്കെ ഒത്തു വരുമ്പോൾ ചെയ്യാൻ വേണ്ടിയിട്ടാട്ടോ പറഞ്ഞു തരുന്നത്. അപ്പോൾ മീൻ മാത്രം കിട്ടിയാൽ പോരല്ലോ, നല്ല വെയിലും വേണം. അപ്പോൾ ഞാൻ എങ്ങനെയാണ് മീൻ ഉണക്കിയെടുക്കുന്നതെന്നുള്ള വീഡിയോ വേഗം കണ്ടിട്ട് വരാം. ഇപ്പോൾ വൈകുന്നേരം നമുക്ക് കുറച്ച് ഫ്രഷ് മീൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാനിത് കറി വെക്കാനുള്ളത് മാറ്റി വെച്ചിട്ട് ബാക്കി ഉണക്കിയെടുക്കാമെന്ന് കരുതിയിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോഴാണെങ്കിൽ ഇവിടെ നല്ല ചൂടിൻ്റെ സമയമല്ലേ, പെട്ടെന്ന് ഉണങ്ങി കിട്ടും. അപ്പോൾ ഇത് ഞാൻ എടുത്തിരിക്കുന്നത് ഷേരിമീനാണ്. ഒരു 2.5-3 കിലോയോളം വരും. അപ്പോൾ ഇത് ഏത് മീൻ വേണമെങ്കിലും ഇതേ രീതിയിൽ നമുക്ക് ഉണക്കി സൂക്ഷിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാനിത് ആദ്യം ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ട് വരട്ടെ, എന്നിട്ട് ഞാൻ ബാക്കി എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇത് ഞാനിപ്പോൾ നന്നായിട്ട് വെട്ടി കഴുകി എടുത്തിട്ടുണ്ട്. ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് ശരിക്കും കഴുകി എടുത്തിട്ടുണ്ട്. കണ്ടോ, ഉള്ളൊക്കെ നല്ല വൃത്തിയായിട്ടുണ്ട്. അതുപോലെ മീനിൻ്റെ ചുണ്ടൊക്കെ ഞാൻ എടുത്ത് കളഞ്ഞു. അതുപോലെ ഇത് ചെതുമ്പലുള്ള മീനാണ്. അപ്പോൾ ചെതുമ്പൽ എടുത്തിട്ട് നമ്മൾ ഉണങ്ങുവാണെങ്കിൽ വറക്കുന്ന ആ സമയത്ത് എളുപ്പമായിരിക്കും. അപ്പോൾ ഇനി നമുക്കിത് ഒന്ന് കട്ടിംഗ് ബോർഡിൽ വെച്ചിട്ടൊന്ന് കീറിയെടുക്കാം. അപ്പോൾ അത് അങ്ങനെ ചെയ്തെങ്കിലാണ് ഉള്ളിലേക്ക് നന്നായിട്ട് ഉണക്ക് കിട്ടത്തുള്ളൂ. ഇനി ഒരു കട്ടിംഗ് ബോർഡ് എടുത്തിട്ട് ഈ രീതിയിൽ ഇതുപോലെ ചെറിയ കത്തി, നല്ല മൂർച്ചയുള്ള കത്തി ആവണം. സൂക്ഷിച്ചിട്ട് വേണം ഇതേപോലെ കട്ട് ചെയ്തെടുക്കുക. വളരെ ശ്രദ്ധിക്കണം. ഇപ്പം നന്നായിട്ട് കീറിയെടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ കീറിയെടുക്കണം, ഇല്ലെങ്കിൽ ഇതിൻ്റെ ഉള്ളിലേക്കൊന്നും ഉണക്ക് കിട്ടില്ല. അപ്പോൾ ബാക്കിയുള്ളത് കൂടി ഞാൻ ഇതേ രീതിയിൽ കീറിയെടുക്കട്ടെ. ഇനി നമുക്കിത് ഒന്നുകൂടി കഴുകിയെടുക്കാനുള്ളതാണ്. ഇപ്പം ഞാനിതെല്ലാം നന്നായിട്ട് കീറിയെടുത്തിട്ടുണ്ട്, കണ്ടോ? ഇനി ഇത് ഞാൻ ഒന്നുകൂടി കഴുകി എടുത്തിട്ട് വരട്ടെ. അപ്പോൾ ഇനി കഴുകുമ്പോൾ ഒത്തിരി ഇട്ടങ്ങ് കഴുകരുത്, കാരണം ഇതിൻ്റെ ആ സ്കിന്നെല്ലാം വിട്ടുപോകും. ഞാനിതൊന്ന് ഒന്നുകൂടി ഒന്ന് കഴുകിയിട്ട് വരാം. ഇത് നന്നായിട്ട് ഞാൻ ഒന്നുകൂടി കഴുകി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ വെള്ളമെല്ലാം നന്നായിട്ട് പോകണം, ഇല്ലെങ്കിൽ നമ്മൾ ഉപ്പ് തേച്ച് പിടിപ്പിക്കുന്ന സമയത്ത് അത് മൊത്തം ആ വെള്ളത്തിൻ്റെ കൂടെ പോകും. അപ്പോൾ അതുകൊണ്ട് ആദ്യം നമുക്കിതിൻ്റെ വെള്ളം ഒന്ന് ശരിക്കും കളഞ്ഞെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു അരിപ്പ പോലത്തെ പാത്രത്തിലേക്ക് മാറ്റട്ടെ. ഇതുപോലത്തെ പാത്രം എല്ലാ വീടുകളിലും കാണും. നമ്മൾ ചിക്കനൊക്കെ കഴുകിയിട്ട് വെള്ളം പോകാൻ വെക്കാറില്ലേ, ഇതേപോലെ കമത്തി വെക്കുക, എങ്കിലാണ് അതിൻ്റെ ഉള്ളിലുള്ള വെള്ളം പോകത്തുള്ളൂ. ഇതേപോലെ കമത്തി വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വെള്ളം താഴോട്ട് ഇറങ്ങിക്കോളും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് താഴെ ഒരു പ്ലേറ്റ് വെക്കാൻ ശ്രദ്ധിക്കണം. അപ്പോൾ ഞാനിത് ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണ്. ഇപ്പോൾ രാത്രിയായില്ലേ, അപ്പോൾ ഇനി നാളെ രാവിലത്തെ വെയിലിലാണ് ഞാനിത് വെക്കാൻ പോകുന്നത്. അപ്പോൾ ആ സമയമാകുമ്പോഴത്തേക്ക് ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി, ഇപ്പോൾ ഇത്രയും നേരം പുറത്തൊക്കെ ഇരുന്നതല്ലേ, അപ്പോൾ ആ ഒരു ടൈം ആകുമ്പോഴത്തേക്കും നന്നായിട്ട് റെഡി ആയിക്കോളും. അപ്പോൾ ഞാനിത് ഫ്രിഡ്ജിലേക്ക് വെക്കട്ടെ. അപ്പോൾ നാളെ നമുക്ക് രാവിലെ എടുത്ത് ഉപ്പെല്ലാം തേച്ച് പിടിപ്പിച്ച് വെയിലത്തേക്ക് വെക്കാം. അപ്പോൾ ഇനി ഇതൊന്ന് മൂടി വെച്ചിട്ട് നമുക്ക് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. രാവിലെ ഞാൻ ഫ്രിഡ്ജിൽ നിന്നെല്ലാം എടുത്തു. ഇതിൻ്റെ വെള്ളമൊക്കെ നന്നായിട്ട് പോയിട്ടുണ്ട്, കണ്ടോ? ഇതിൽ നിന്നുള്ള വെള്ളം നന്നായിട്ട് ഇതിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഉപ്പെല്ലാം നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം. ഇനി ഒരു പ്ലേറ്റിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഈ ഉപ്പിലേക്ക് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ചേർക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതുപോലെ ഓരോ മീൻ എടുത്തിട്ട് ഇതുപോലെ തേച്ച് പിടിപ്പിക്കും.
ഇതേ രീതിയിൽ പരത്തിയെടുത്തിട്ടുണ്ട്. കണ്ടോ, എല്ലായിടത്തേക്കും നന്നായിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ കണ്ടോ, എല്ലാത്തിലും നന്നായിട്ട് ഉപ്പെല്ലാം തേച്ച് പിടിപ്പിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഉണങ്ങാൻ വേണ്ടിയിട്ട് വെയിലത്ത് എങ്ങനെയാണ് കൊണ്ടുവയ്ക്കുന്നതെന്ന് നോക്കാം. ഞാനപ്പോൾ മീൻ ഉണങ്ങാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ പുറത്താണ് വെക്കുന്നത്. നമ്മുടെ ഓവൻ്റെ ആ ഗ്രില്ലില്ലേ, അതാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഇനി ഇതുപോലെ നമുക്കിതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഉപ്പുപൊടി കൂടി നമുക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കാം. ബാൽക്കണിയിൽ ഇപ്പോൾ നല്ല വെയിലായിട്ടുണ്ട്. അപ്പോൾ ഞാനിത് കൊണ്ടുവയ്ക്കട്ടെ, എന്നിട്ട് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞാൻ വെയിലിൽ വെച്ചേക്കുന്ന കണ്ടോ, നല്ല വെയിലാണ്, പെട്ടെന്ന് ഉണങ്ങി കിട്ടും. ഇത് വെച്ചിട്ട് അങ്ങ് മാറിപ്പോകരുത്, ഇടയ്ക്കിടയ്ക്ക് ഒന്ന് വന്ന് നോക്കണം എന്തായിന്ന്. ഒരു പുറം കുറച്ചൊന്ന് ഉണങ്ങി കഴിയുമ്പോൾ നമുക്കത് തിരിച്ചിട്ട് കൊടുക്കണം. ഇത് 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് തിരിച്ചു വെച്ച് കൊടുക്കാം. ഇപ്പോൾ ചെറിയൊരു ഉണക്കൊക്കെ ആയിട്ടുണ്ട്. നമുക്കിത് ഒന്നുകൂടി തിരിച്ചു വെച്ച് കൊടുക്കാം. വെയിലങ്ങ് കുറഞ്ഞിട്ടുണ്ട്, എന്നാലും നല്ല ചൂടാണ്. അപ്പോൾ ഇത് ശരിക്കും അത് ഒന്നുകൂടി ഉണങ്ങട്ടെ. വെള്ളമൊന്നും ഒട്ടും ഇല്ലാത്ത കാരണം ഉപ്പെല്ലാം നന്നായിട്ട് അതിൽ തന്നെ ഉണ്ട്. അത് കാരണം ഞാൻ വേറെ ഉപ്പിട്ട് കൊടുത്തിട്ടില്ല. പിന്നെ ഇടയ്ക്ക് വന്ന് നമുക്ക് ഒന്നുകൂടെ ഇതേപോലെ തന്നെ തിരിച്ചിട്ട് കൊടുക്കാം. ഞാൻ ഇന്നലെ വൈകുന്നേരം എടുത്ത് അകത്ത് വെച്ചിരുന്നു. ഇപ്പോൾ രാവിലെ ഒന്നുകൂടി എടുത്ത് പുറത്ത് വെച്ചിരിക്കുന്നതാണ്. 2 hours കൂടി ഉണക്ക് കിട്ടിയാൽ മതി. നമ്മുടെ മീനൊക്കെ നല്ലതായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. കണ്ടോ, ഉണക്കിൻ്റെ അനുസരിച്ച് ആ ഉപ്പെല്ലാം താഴത്തെ വെച്ചിരിക്കുന്ന പാത്രത്തിലേക്ക് വീണിട്ടുണ്ട്. കണ്ടോ, അപ്പം ഞാനിത് വെയിലത്തുനിന്ന് എടുത്ത് മാറ്റട്ടെ. അപ്പം എല്ലാ കൂട്ടുകാർക്കും മനസ്സിലായോ വീട്ടിൽ എങ്ങനെയാണ് മീൻ ഉണക്കിയെടുക്കേണ്ടതെന്ന്? അപ്പോൾ ഇനി ഇതുപോലെ കുറച്ച് മീൻ കിട്ടുന്ന സമയത്തും, ചിലപ്പോൾ മീൻ കിട്ടുന്ന സമയത്ത് വെയിലുണ്ടാവില്ല, വെയിലൊക്കെ ഉള്ള സമയത്ത് വേണോട്ടോ ഇതേപോലെ ഉണങ്ങാൻ, ഇല്ലെങ്കിൽ ഒരുതരം സ്മെല്ല് വരും. ഇപ്പം ഞാൻ ഉപ്പും മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട കാരണം അധികം സ്മെല്ലൊന്നുമില്ല. നല്ല വെയിലൊക്കെ ഉണ്ടെങ്കിൽ 2 ദിവസത്തിനുള്ളിൽ നമുക്ക് ഇതേ രീതിയിൽ മീൻ ഉണങ്ങിയെടുക്കാം. ഇതിപ്പോൾ ഇന്ന മീൻ വേണമെന്നൊന്നുമില്ല, നമുക്ക് ഏത് മീനുണ്ടെങ്കിലും ഇതേ രീതിയിൽ ഉണങ്ങിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇനി നമ്മൾ സാധാരണ എങ്ങനെയാണോ ഉണക്കമീൻ വറുത്തെടുക്കുന്നത് ആ രീതിയിൽ ഒരു 20 മിനിറ്റ് വെള്ളത്തിലിട്ട് കുതിർത്തിയതിന് ശേഷം മുളക് പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് വറുത്തെടുത്താൽ മതി. നല്ല ടേസ്റ്റ് ആയിരിക്കും. കാരണം കടയിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ വേറൊരു ടേസ്റ്റ് അല്ലേ. അപ്പോൾ ഇതിനങ്ങനെയൊന്നുമില്ല, ഞാൻ ഇതുപോലെ ഇടയ്ക്ക് ഉണ്ടാക്കാറുള്ളതാണ്. അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? അപ്പോൾ പറ്റുമെങ്കിൽ ഇതേപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. നമുക്ക് വീട്ടിൽ തന്നെ ഇതൊക്കെ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇനി ഇതുപോലുള്ള നല്ലൊരു റെസിപ്പിയുമായിട്ട് വേഗം വരാം. താങ്ക് യു.